ഒരു അപ്പനും മകനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ടി വിയിൽ കണ്ടപ്പോൾ മകന്റെ അപ്പൻ എന്നാണോ അപ്പന്റെ മകൻ എന്നാണോ പറയേണ്ടതെന്ന് തോന്നിപ്പോയി. വിത്തുഗുണം 10 ഗുണമെന്നോ മത്തൻ നട്ടാൽ കുമ്പളം മുളയ്ക്കുമോ എന്നെല്ലാമുള്ള തേഞ്ഞുപോയ പഴഞ്ചൊല്ലുകളിൽ പതിരേയില്ല എന്നൊരിക്കൽ കൂടി തെളിഞ്ഞു. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണി ഒരിക്കലും ജയിക്കില്ലെന്ന് അപ്പൻ ആന്റണി രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചങ്കുപൊട്ടി ശപിച്ചു. അയ്യപ്പ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പണ്ട് ശബരിമല വിഷയം കത്തിനിന്ന കാലത്ത് CPM-നെ ഉപദേശിച്ച ആന്റണി ഇപ്പോൾ സ്വയം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ജയിച്ചാലും തോറ്റാലും മോദിജി മകനെ കൈവിടില്ലെന്ന് ഇന്ദ്രപ്രസ്ഥ രാഷ്ട്രീയം കൈരേഖ പോലെ സുപരിചിതമായ ആന്റണിക്ക് നന്നായി അറിയാം. ജയിച്ചാൽ ക്യാബിനറ്റ് റാങ്കിൽ താഴെയൊന്നും മോദിജി കൊടുക്കില്ല. അഥവാ തോറ്റാലും ഒരു സഹമന്ത്രി പദമെങ്കിലും ഡൽഹിയിലെ ജിമാർ കരുതി വെച്ചിട്ടുണ്ടാകും. ഒന്നുമല്ലെങ്കിലും AK ആന്റണിയുടെ മകൻ എന്ന അലങ്കാരമെങ്കിലും ഉണ്ടല്ലോ. മകൻ തോൽക്കുമെന്ന് പറഞ്ഞ് ആന്റണി നാക്കെടുത്തില്ല. അതിനു മുൻപ് വന്നു സൽപുത്രന്റെ മറുപടി. ഇതു കേട്ടപ്പോൾ ഒരു വാണിയനും വാണിയത്തിയും കളി മണക്കുന്നവരെ തെറ്റു പറയാനാവില്ല. സ്വന്തം താതനായ AK ആന്റണിയെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നായിരുന്നു മകന്റെ ആദ്യ വാചകം. രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ്. പാകിസ്ഥാനെ വെള്ളം പൂശാൻ ശ്രമിച്ച ഒരു MP-ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ജൂൺ 4-ന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. ഇതുകണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടേയിരിക്കുമെന്ന് വരെ ആന്റണി പുത്രൻ മൊഴിഞ്ഞു. ഈ ഡയലോഗിന്റെ ഹിന്ദി മൊഴിമാറ്റം ഡൽഹിയിൽ എത്തേണ്ട താമസം. ആന്റണി പുത്രന് അവിടെ കാവ്യ പരവതാനി വിരിക്കപ്പെട്ടിരിക്കുമെന്ന് ആന്റണിക്ക് മാത്രമല്ല അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. അനിൽ ആന്റണിക്ക് പിന്നാലെ BJP-യിലെത്തിയ കരുണാകരപുത്രി പത്മജിയുടെ പിന്തുണ അനിലിന് കിട്ടാതിരിക്കുമോ? കളിക്കൂട്ടുകാരനായ അനിലിനെ തോൽപ്പിക്കാനായി ഇറങ്ങില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ മകളും കോൺഗ്രസ് സ്റ്റാറുമായ അച്ചു ഉമ്മൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ടയുടെ നാളും പൊരുത്തവും എല്ലാം ഒത്തുവന്നാൽ അനിൽ ആന്റണി ഗ്യാലറിയിലേക്ക് എളുപ്പത്തിലൊന്നും മടങ്ങില്ലെന്നാണ് രാഷ്ട്രീയ ജ്യോത്സ്യന്മാരുടെ നിഗമനം. എന്നുവെച്ചാൽ കപ്പടിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നർത്ഥം. അതിന് കണക്കുകളുടെ പിൻബലമുണ്ട്. 2009-ൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പിറന്നതിനു ശേഷമുള്ള മത്സര ഫലങ്ങൾ കാണുക. അന്നു മുതൽ 2019 വരെ ജയം ആന്റണിക്കൊപ്പമാണെന്നത് സത്യം. പക്ഷേ ഭൂരിപക്ഷത്തിലെയും വോട്ട് ശതമാനത്തിലെയും വ്യത്യാസം നോക്കുക. 2009-ൽ 1,11,000, 2014-ൽ ഏതാണ്ട് നേർപകുതി 56,191, 2019-ൽ പിന്നെയും ഇടിഞ്ഞ് 44,243-ലെത്തി. 2009-ലെ 51% വോട്ട് 2014-ൽ 41 ആയി. 2019-ൽ 37%-ലേക്ക് കുത്തനെ ഇടിഞ്ഞു. ഇടതിലും ഇതേ ഇടിച്ചിലുണ്ട്. 2009-ൽ 37, 2014-ൽ 34, 2019-ൽ 32%. അതേസമയം BJP-യുടെ വോട്ടിംഗ് ശതമാന വളർച്ച നോക്കാം. 2009-ൽ വെറും 7% വോട്ടായിരുന്നത് 2014-ൽ 16%. 2019-ൽ 29%-മായി റോക്കറ്റ് പോലെ കുതിച്ചു കയറി. 50%-ലേറെ ഹിന്ദു വോട്ടുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ക്രിസ്ത്യൻ 38%, മുസ്ലിം 5%. ആദ്യമായാണ് ഇവിടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ വിഭാഗക്കാരാകുന്നത്. 38% ക്രിസ്ത്യൻ വോട്ടുകൾ 3 പേർക്കുമായി വിഭജിക്കപ്പെടുകയും പകുതിയിലേറെ വരുന്ന ഹിന്ദു വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി ധ്രുവീകരിക്കപ്പെടുകയും ചെയ്താൽ ആന്റണി പുത്രന്റെ വഴി തെളിഞ്ഞുകൂടാകില്ല. സംഘപരിവാറുകാരുടെ പ്രചാരണായുധമായ റിയൽ കേരള സ്റ്റോറി, പാതിരിമാർ പള്ളിയിൽ കുഞ്ഞാടുകളെ കാണിക്കുന്നതിന്റെ ഗ്രേസ് മാർക്കും അനിൽ ആന്റണിക്ക് കിട്ടുമല്ലോ. ഇനി പറയൂ, പത്തനംതിട്ടയിൽ ആന്റണി പുത്രന്റെ തലവര തെളിഞ്ഞുകൂടാകിയുണ്ടോ?